നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലേറെ പഴക്കം ചെന്ന ദേവാലയങ്ങളിലൊന്നായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ നവീകരണം പൂർത്തിയായ ശേഷമുള്ള കൂദാശ ചടങ്ങുകൾക്ക് തുടക്കമായി. ശുശ്രൂഷകൾ 2 ദിവസങ്ങളിലായി ഇടയശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രോത്സവത്തിന് ആയിരങ്ങളെത്തി. കണ്ണിനും കാതിനും കുളിർമയേകിയ കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. KCB കുന്നംകുളം ഡിവിഷന്റെ കീഴിൽ വരുന്ന മരത്തംകോട് സെക്ഷൻ ഓഫീസ് നിർത്തലാക്കാൻ നീക്കമെന്ന ആക്ഷേപം. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് KSCB ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. നേതാക്കൾ കുന്നംകുളം ഡിവിഷൻ ഓഫീസിലെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് പണം കവർന്നു. പേരാമംഗലം പള്ളിക്ക് സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്താണ് 7 ലക്ഷത്തോളം രൂപ കവർന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. നവീകരിച്ച ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കൂദാശ ചടങ്ങുകൾക്ക് തുടക്കമായി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായാണ് കൂദാശ ശുശ്രൂഷകൾ. ഒരുക്കധ്യാനം, ശുദ്ധീകരണ ശുശ്രൂഷ, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പൊതുസമ്മേളനം, ആദരിക്കൽ, വാദ്യാഘോഷം, സ്നേഹവിരുന്ന, സംഗീത സന്ധ്യ എന്നീ പരിപാടികളോടെയാണ് നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ ചടങ്ങുകൾ നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10:30 പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാനയും ഉണ്ടായി. കൂദാശ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവയ്ക്കും മറ്റ് പിതാക്കന്മാർക്കും ദേവാലയത്തിൽ സ്വീകരണം നൽകി. ആർക്കും ഭാവുകങ്ങൾ ആർക്കും നിങ്ങൾ ഉച്ചസ്വരത്തിൽ വാഴട്ടാവോ പോളേക്ക. വൈകിട്ട് നടന്ന നമസ്കാരത്തിനും ശുദ്ധീകരണ ശുശ്രൂഷയ്ക്കും കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷനായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ മെത്രാപ്പോലിത്തമാരായ സിറിൽ മാർ ബസേലിയോസ്, കൽദായ സുറിയാനി സഭ മെത്രാപ്പോലിത്ത മാർ ഔഗേൻ കുര്യാക്കോസ്, ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പോലിത്തമാരായ യൂഹാനോൻ മാർ പോളി കാർപ്പോസ്, മാത്യൂസ് മാർ തേവോദോസിയോസ്, ഡോക്ടർ യൂഹാനോൻ മാർ ദിയാസ്കോറോസ്, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ്, എബ്രഹാം മാർ സ്തെഫാനോസ്, ഗീവർഗീസ് മാർ പക്കോമിയോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ ബർണാബാസ്, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐസക്, സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് അനീഷ് ചാക്കോ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, നഗരസഭാ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പള്ളി പുനരുദ്ധാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ ബിജു പി ജോസിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് അത്താഴൂട്ടുമുണ്ടായി. വ്യാഴാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ആദരിക്കൽ ചടങ്ങും സ്നേഹവിരുന്നും ഉണ്ടാകും. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം സംഗീത സന്ധ്യയും അരങ്ങേറും. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രോത്സവത്തിന് ആയിരങ്ങളെത്തി. കണ്ണിനും കാതിനും കുളിർമയേകിയ കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. രാവിലെ മുതൽ വിശേഷാൽ പൂജകളും നടക്കൽ പറയും ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പഞ്ചവാദ്യത്തിന്റെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി. വൈകിട്ട് 5:30യോടെ വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം കാവടി, തെയ്യം, കാളി, കരിങ്കാളി തുടങ്ങി കലാരൂപങ്ങളും ക്ഷേത്രാങ്കണത്തിലെത്തി. പകൽപൂരത്തിന് ശേഷം രാത്രി കൂറവലി ചടങ്ങോടെ ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ക്ഷേത്ര നടയടച്ചു. നടതുറപ്പ് മഹോത്സവം 19-ന് നടക്കും. ഭാരവാഹികളായ മനോജ് മേത്തനാത്ത്, പ്രദീപ് കരുമത്തിൽ, KV രാമകൃഷ്ണൻ, സദാനന്ദൻ താമരശ്ശേരി, സന്തോഷ് താണിയിൽ, PG സൂര്യനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊച്ചനാംകുളങ്ങര പൂര മഹോത്സവം CCTV പ്രാദേശികം ചാനലിലൂടെയും YouTube ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും.
KCB കുന്നംകുളം ഡിവിഷന്റെ കീഴിൽ വരുന്ന മരത്തംകോട് സെക്ഷൻ ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് KCB ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ഈ മേഖലയിലെ ആയിരക്കണക്കിന് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമടക്കം ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനും മറ്റ് സേവനങ്ങൾക്കും ആശ്രയിച്ചുവരുന്ന പ്രസ്തുത ഓഫീസ് നിർത്തലാക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെന്നും ജനദ്രോഹ നടപടി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ ഗവൺമെന്റ് പ്രശ്നമില്ല, നാണില്ലാത്തവന്റെ ആസനത്തിൽ ആലുമണച്ചാൽ അത് തണലാണെന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. അതാണ് പിണറായി വിജയൻ. എന്താണ് ഗുണകരമായ ഒരു കാര്യം രാജ്യത്തേത്? ഇന്നലെ 65 വണ്ടിയായിട്ട് സമ്മേളനത്തിന് വന്നിരുന്നു. ആർക്കായി രാജ്യത്ത് ഗുണം? അവിടെ ഹൈക്കോടതിയുടെ കർശനമായ നിയന്ത്രണം ഉണ്ടായിട്ടും വളരെ കഠിനമായ നിർദ്ദേശം ഉണ്ടായിട്ടും കുന്നംകുളം സെന്ററിൽ പരസ്യമായി ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഇത്തരമൊരു ഉത്തരവ് നിലവിലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ PC ഗോപാലകൃഷ്ണൻ, OS വാസുദേവൻ, സലാം വലിയകത്ത്, നേതാക്കളായ യാവുട്ടി ചിറമനേങ്ങാട്, TK സുബ്രഹ്മണ്യൻ, രഞ്ജു താരു, കരീം വെള്ളറക്കാട്, പഞ്ചായത്ത് മെമ്പർമാരായ സൈഫുന്നിസ ഷറഫു, ജോളി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വിഷയകുമാർ, MP സിജോ, IH റഫീഖ്, VK വിഷ്ണു, മോഹനൻ ദേവരാജൻ, അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുന്നംകുളം ഡിവിഷൻ ഓഫീസിലെത്തി ഷറഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. തൃശൂർ ജില്ലാ UDF ചെയർമാനായി TV ചന്ദ്രമോഹനെ നിശ്ചയിച്ചു. UDF സംസ്ഥാന കൺവീനർ MM ഹസനാണ് ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസിന്റെ ജില്ലയിലെ സമുന്നത നേതാക്കളിൽ ഒരാളാണ് TV ചന്ദ്രമോഹൻ. കുന്നംകുളത്തെ മുൻ MLA ആയിരുന്നു. 2 തവണ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പദവി വഹിച്ചിട്ടുണ്ട്. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് പണം കവർന്നു. പേരാമംഗലം പള്ളിക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് തകർത്താണ് 7 ലക്ഷത്തോളം രൂപ കവർന്നത്. തൃശൂരിലെ AS ട്രേഡേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പേരാമംഗലം സ്വദേശി കടവി ജോർജിന്റെ വാഹനത്തിൽ നിന്നാണ് പണം കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കടയടച്ചതിനു ശേഷം വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം. വീട്ടിലേക്കുള്ള യാത്രാമധ്യേ 9:30 പേരാമംഗലം പള്ളിയിൽ പ്രാർത്ഥിക്കാനായി പോയി തിരികെ വന്നപ്പോഴാണ് കാറിന്റെ ചില്ല് തകർത്ത് പണം മോഷ്ടിച്ച വിവരം അറിയുന്നത്. സംഭവത്തിൽ പേരാമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. AS ട്രേഡേഴ്സ് സ്ഥാപനം ഉടമ സ്ഥലത്തില്ലാത്തതിനെ തുടർന്നാണ് ജീവനക്കാരനായ ജോർജ് ആ ദിവസത്തെ കളക്ഷൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാറിന്റെ ഇടതുവശത്തെ ചില്ല് തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. തയ്യൂർ ശ്രീ ലോകരത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസംക്രാന്തി വേല മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5-ന് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, മലർ നിവേദ്യം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഉച്ചപൂജയും ഉണ്ടായി. രാവിലെ 7 മണിക്ക് ലളിത സഹസ്രനാമ പാരായണം, 8:30-ന് നടക്കൽ പറവെപ്പ് നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടുകൂടി കുതിര എഴുന്നള്ളിച്ച് 3 മണിക്ക് ലോകരത്തിക്കാവ് ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് 5:30-ന് വിവിധ ദേശങ്ങളിൽ നിന്നും കുതിരവേല, ശിങ്കാരിമേളം എന്നിവ എത്തിച്ചേർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 6-ന് സഹസ്രദീപം തെളിയിക്കൽ, ദീപാരാധന എന്നിവയുമുണ്ടായി. തയ്യൂർ കടമാന്തോട്, കരിയന്നൂർ ചെങ്ങാഴിവാലി, തയ്യൂർ മേലേപ്പുരയ്ക്കൽ തറവാടുകൾ പങ്കാളികളായ കീഴേക്കാവ് വേല കാവേറിയതിനു ശേഷം തോറ്റം ചൊല്ലിപ്പിരിയുന്നതോടെ ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. അണ്ടത്തോട് തങ്ങൾപ്പടി 310 ബീച്ചിൽ പ്രവർത്തനം ആരംഭിച്ച അനധികൃത കള്ളുഷാപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് സജീൽ ബാവുണ്ണിയാണ് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് പൂട്ടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കൌൺസിലുമായി സഹകരിച്ച് സമരങ്ങൾ ശക്തമാക്കുമെന്നും സജീൽ പറഞ്ഞു. പൈതൃകം ഗുരുവായൂരിന്റെ ഭാഗവതോത്സവത്തിന് ഈ മാസം 16-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് ആചാര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് മഞ്ജുളാൽ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ക്ഷേത്രക്കുളം പ്രദക്ഷിണം ചെയ്ത് യജ്ഞവേദിയായ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. 1008 മഹിളകളുടെ താലം, മുത്തുകുട, പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയാകും. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ നമ്പൂതിരി യജ്ഞവേദിയിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കും. മെട്രോമാൻ ഡോക്ടർ E ശ്രീധരൻ, പ്രശസ്ത ശാസ്ത്രജ്ഞ ഡോക്ടർ താര പ്രഭാകരൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, മുൻ ചീഫ് സെക്രട്ടറി VP ജോയ്, പത്തനംതിട്ട ഭാരതീയ വിദ്യാഭവൻ സെക്രട്ടറി PI ഷെരീഫ് മുഹമ്മദ് എന്നിവർ 5 നിലവിളക്കുകൾ തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കും.
20 വൈകിട്ട് 5 മണിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിക്കും. 21 നടക്കുന്ന ഗുരുവന്ദനത്തിൽ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, അക്ഷരശ്ലോക വിദ്വാൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ, വടക്കുംപാട്ട് നാരായണൻ എന്നിവരെ ആദരിക്കും. GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ, മണലൂർ ഗോപിനാഥ്, മുരളി അകമ്പടി, ശ്രീകുമാർ പി നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗീതാ സത്സംഗ സമിതിയുടെ 11ാമത് ഗീതായജ്ഞത്തിന്റെ ഭാഗമായ ഗീതാമൃതം ഈ മാസം 15-ന് ഗുരുവായൂർ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7-ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിക്കും. തൃപ്പുണ്ണിത്തറ രാമസ്വാമിയാണ് ആചാര്യൻ. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, TS രാധാകൃഷ്ണൻ, നാരായണസ്വാമി, ബദ്രീനാഥ് മുൻ റാവൽജി, ഈശ്വരപ്രസാദ് എന്നിവർ പ്രഭാഷണം നടത്തും. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ശ്രീഹരി തിരുപ്പതി വിശ്വനാഥൻ കാലടി എന്നിവരെ ആദരിക്കും. കണ്ണൻ സ്വാമി, R നാരായണൻ, മോഹൻദാസ് ചേലനാട്ട്, ശ്രീകുമാർ P നായർ, ഡോക്ടർ സന്തോഷ് കൊല്ലങ്കോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സപ്തതി ആഘോഷ ഉദ്ഘാടനവും സ്വയം ഭരണാധികാര പ്രഖ്യാപനവും നടത്തി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ EJ ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് മാനേജർ സിസ്റ്റർ ലിറ്റിൽ മേരി അധ്യക്ഷയായി. പുതിയ പരീക്ഷാ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ശംഷാബാദ് രൂപത മെത്രാൻ മാർ ആന്റണി പ്രിൻസ് പാണയങ്ങാടൻ നിർവഹിച്ചു. Little Flower College Guruvayur has been granted autonomous status by the University and ഗുരുവായൂർ MLA NK അക്ബർ, തൃശൂർ അസിസി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫോൺസി മരിയ, ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ജെന്നി തെരേസ, TS നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സിസ്റ്റർ അർപ്പിത, സിസ്റ്റർ ആൻജോ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ബെസ്റ്റ് ലിറ്റിൽ ഫ്ലവേറിയൻ അവാർഡ് K ഹരിതയ്ക്ക് നൽകി. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി 70 പേർക്ക് സൗജന്യ ഡയാലിസിസിനുള്ള തുക തൃശൂർ അസിസി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫോൺസി മരിയ, തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡെമിൻ തറയലിന് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിര്യാതനായ വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂൾ മാനേജർ ഹൈമന് നാടിന്റെ യാത്രാമൊഴി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വെള്ളറക്കാട് സ്കൂളിന്റെ നെടുംതൂണായിരുന്ന ഹൈമന് അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ VK രഘുസ്വാമി, അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഡോക്ടർ ബാഹുലയൻ മാസ്റ്റർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, PS പ്രസാദ്, MV ധനീഷ്, കരീം പന്നിത്തടം എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കാരം നടത്തി. വരവൂർ വ്യവസായ പാർക്കിന്റെ പറമ്പിൽ തീപിടുത്തം. വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു അഗ്നിബാധ. കേന്ദ്രത്തിലെ തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകദേശം 50 സെന്റോളം പറമ്പിലെ ഉണങ്ങി നിന്നിരുന്ന പുല്ലിനാണ് തീപിടിച്ചത്. കുന്നംകുളം CCTVയും ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ CCTV കോൺഫറൻസ് ഹാളിൽ നടക്കും. ക്യാമ്പിൽ പ്രമുഖരായ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 89 43 35 14 00 എന്ന നമ്പറിൽ വിളിച്ച് പേര് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 89 43 35 14 00. ഫെബ്രുവരി 18, 19 തീയതികളിൽ ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ പ്രചരണാർത്ഥം സംസ്ഥാനതല ബാഡ്മിന്റൺ മത്സരം ചാവക്കാട് സംഘടിപ്പിച്ചു.
മണത്തലയിലെ കണ്ണാട്ട് ബാഡ്മിന്റൺ അക്കാദമിയിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു. ബാഡ്മിന്റൺ മത്സര കൺവീനറും മതിലകം പഞ്ചായത്ത് സെക്രട്ടറിയുമായ കെ രാമദാസ്, ജോയിന്റ് കൺവീനർ പി ജോഷി, ചാവക്കാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കണ്ണാട്ട് ബാഡ്മിന്റൺ അക്കാദമി ഉടമ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 20 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ അഭിനയ മികവ് പുറത്തുകൊണ്ടുവരുന്നതിൽ നാടകം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇത്തരത്തിൽ കുട്ടികൾക്കായി അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ തൊഴിയൂർ CMUP സ്കൂളിൽ കുട്ടികൾക്കായി നടത്തിയ ഏകദിന നാടക ശില്പശാല ശ്രദ്ധേയമായി. ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന കലയെന്ന നിലയിൽ നാടകത്തിന്റെ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ടുതന്നെയാണ് മറ്റേതൊരു കലയേക്കാളും നാടകം കൂടുതൽ ജനകീയമായി വളർന്നത്. നാടകത്തിന്റെ സാധ്യതകളും കുട്ടികളുടെ സർഗചേതന കണ്ടെത്താനുമായിട്ടാണ് അഞ്ഞൂർ നവയുഗ ഗ്രാമീണശാല പ്രവർത്തകർ CMUP സ്കൂളിലെ കുട്ടികൾക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ 50ഓളം കുട്ടികൾ ക്യാമ്പിൽ ആവേശത്തോടെ പങ്കെടുത്തു. അഭിനയകലയുടെ നവപാഠങ്ങൾ ഗ്രഹിക്കുന്നതിനായി തയ്യാറായ ഒരു പറ്റം കുട്ടികൾക്ക് നാടകലോകത്തേക്കുള്ള നവപാതയൊരുക്കുന്നതിന് സഹായിക്കുന്നതായിരുന്നു ക്യാമ്പ്. അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യനെ പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുന്ന ദൃശ്യശ്രാവ്യ കലയാണ് നാടകമെന്ന സത്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശില്പശാലയ്ക്കായി. നാടകത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ശക്തമായ ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കുകയും ഫലപ്രദമായി സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവ് നേടുകയും വേദിയിലെ ഭയം, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് നാടക പ്രവർത്തകർ പറഞ്ഞു. റോഷൻ കേശവൻ, സുഗതൻ ഞമ്മനേങ്ങാട് എന്നിവർ ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക സ്റ്റെനി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് PM ബിജു, ജെബിലി NU, VA വിജയൻ, V വിദ്യാധരൻ, ബാബു കുണ്ടുകുളം, പെറ്റർ, റീന ടീച്ചർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സെന്ററിൽ ഷുഹൈബ് രക്തസാക്ഷി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം പ്രസിഡന്റ് AA അനസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, KA ജ്യോതിഷ്, KP ജയപ്രകാശ്, രാമകൃഷ്ണൻ നായർ, AM അബ്ബാസ്, അബ്ദുൾ നാസർ, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, KK രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാരുണ്യം കിറ്റ് വിതരണവും നടത്തി. ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കാരുണ്യം ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചടങ്ങിൽ മൈൻഡ് കോച്ച് ഇജ്ലാൽ മനസ്സിനെ അറിയാം ആരോഗ്യം നിലനിർത്താം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. 100-ലധികം രോഗികൾക്കുള്ള മരുന്നും റിലീഫ് കിറ്റും വിതരണം ചെയ്തു. ഹോമിയോ ഡോക്ടർമാരായ ജമാലുദ്ദീൻ, ഷമീമ എന്നിവർ പരിശോധന നടത്തി. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, MM നിഷാദ്, സതീഷ് ഇടമന, ഫൈസൽ ചിറ്റണ്ട, രഞ്ജിത്ത് മുരിങ്ങാത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ രോഗികൾക്കുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. രോഗികൾക്ക് വേണ്ടി കുമ്പസാരം, തൈലാഭിഷേക പ്രാർത്ഥന എന്നിവയുണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിലേക്ക് നടന്ന തിരുപ്രദക്ഷിണത്തിലും നൊവേനയിലും നിരവധി വിശ്വാസികൾ പങ്കാളികളായി. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ജെബിൻ ജാക്സി, അലൻ തരകൻ, അനിക മിൽട്ടൺ, ഹന്ന മാർഗരറ്റ്, CS ധാൻ, അബിൻ തോംസൺ, ഫെലിക്സ് റൊസാരിയോ, TC സെബു എന്നിവർ നേതൃത്വം നൽകി. CLCയും വിൻസെന്റ് ഡീപോൾ സംഘടനയും സംയുക്തമായാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ചാവക്കാട് കോർട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ അസോസിയേഷൻ കാസ്കോ നേതൃത്വത്തിൽ ഫുട്ബോൾ മേള നടത്തി. കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ കലാകായിക സാംസ്കാരിക വേദിയായ കോസ്കോ ചാവക്കാടിന്റെ നേതൃത്വത്തിൽ ഇന്റർ ബാർ സെവൻസ് ഫുട്ബോൾ മേളയാണ് നടത്തിയത്. പാവർട്ടി സർ സയ്യിദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അരീന ടർഫിൽ നടന്ന ഫുട്ബോൾ മേള സന്തോഷ് ട്രോഫി താരം CV സണ്ണി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ബാർ അസോസിയേഷനുകളിലെ 16 ടീമുകളാണ് പങ്കെടുത്തത്. പോലീസ്, കോടതി സ്റ്റാഫ്, കേരള എക്സൈസ്, അഡ്വക്കേറ്റ് ക്ലർക്ക് തുടങ്ങിയവരുടെ ജില്ലാതല പ്രത്യേക മത്സരവും നടന്നു.
ഉദ്ഘാടന സമാപന യോഗങ്ങളിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ രജിത് കുമാർ, സിജു മുട്ടത്ത്, KD വിനോജ്, കാസ്കോ സെക്രട്ടറി TR അജിത് കുമാർ, KA ഷറഫുദ്ദീൻ, KM കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കൊല്ലം ബാർ അസോസിയേഷനെ പരാജയപ്പെടുത്തി മഞ്ചേരി ബാർ അസോസിയേഷൻ കിരീടം നേടി. വിജയികൾക്ക് ഗുരുവായൂർ MLA NK അക്ബർ ട്രോഫികൾ സമ്മാനിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന സംബന്ധിച്ചു. കടവല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MH ഹക്കീമിന്റെ അധ്യക്ഷതയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. KSU ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് പെരുമ്പിലാവ്, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ K കമറുദ്ദീൻ, മനീഷ് തിപ്പലശ്ശേരി, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, സുലൈമാൻ കടവല്ലൂർ, ഷെരീഫ് കരിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ YMCA ആസ്ഥാന മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. ബ്രഹ്മകുളം ഇടവക വികാരി ഫാദർ ഡേവിസ് പനംകുളം വെഞ്ചിരിപ്പ് നിർവഹിച്ചു. YMCA പ്രസിഡന്റ് ബാബു M വർഗീസ്, സെക്രട്ടറി ജിഷോ S പുത്തൂർ, ട്രഷറർ NK ലോറൻസ്, സബ് റീജിയൺ ചെയർമാൻ ജോൺസൺ മാറോക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ 1998 പ്രവർത്തനം ആരംഭിച്ച YMCAയ്ക്ക് 25 വർഷം പിന്നിട്ട് പ്രയാണം തുടരുന്ന ഘട്ടത്തിലാണ് സ്വന്തമായ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാകുന്നത്. ഫെബ്രുവരി 16 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നാഷണൽ YMCA പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ MLA NK അക്ബർ മുഖ്യ സന്ദേശം നൽകും. സ്നേഹജാലകം പദ്ധതി ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസും, കാരുണ്യഹസ്തം പദ്ധതി റീജിയണൽ YMCA പ്രസിഡന്റ് അലക്സ് ജോർജും, ഉല്ലാസപ്പറവകളോടൊപ്പം പദ്ധതി മുൻ റീജിയണൽ ചെയർമാൻ അലക്സ് ജോർജും ഉദ്ഘാടനം ചെയ്യും. സംഘടനാ ഭാരവാഹികളും കുടുംബാംഗങ്ങളും പൊതുരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി മുഖ്യാതിഥിയായിരുന്നു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക KK രശ്മിക്ക് യാത്രയയപ്പും നൽകി. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ മമ്മിയൂർ നാരായണം കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അടച്ചുട്ട് നിവേദ്യം നടത്തി. ക്ഷേത്രം ശാന്തി അരീക്കര ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന അഗ്നി ദേവസ്വം ഇൻസ്പെക്ടർ M ഹരിദാസ് പണ്ടാര അടുപ്പിലേക്ക് പകർന്നു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് OK നാരായണൻ നായർ, സെക്രട്ടറി EU രാജഗോപാൽ, കോമത്ത് നാരായണൻ പണിക്കർ, സൈലേഷ് എരിഞ്ഞിയിൽ, ശശി അകമ്പടി, മധു കാവിൽ, MB സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്താമത് ജോൺ അബ്രഹാം പുരസ്കാരം VK പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഹിസ് ഹൈനസ് ശക്തൻ തമ്പുരാൻ എന്ന ഡോക്യുമെന്ററിക്ക് ദേവസൂര്യ ഫിലിം ഫെസ്റ്റിവലിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഡോക്ടർ രാജേഷ് കൃഷ്ണൻ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറയും തിരക്കഥയും റഫീഖ് പട്ടേരിയാണ് നിർവഹിച്ചത്. താഹിർ എഡിറ്റിംഗും ശ്രുതികാന്ത് സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. പെരുമ്പടപ്പ് സ്വരൂപമെന്നും പിന്നീട് കൊച്ചി രാജവംശമെന്നും അറിയപ്പെട്ട നാട്ടുരാജ്യത്തിലെ ഏറ്റവും പ്രബലനായ രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാന്റെ ജീവചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഡോക്യുമെന്ററി. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഡോക്യുമെൻ്ററി പോലെ കുറേ ഇൻ്റർവ്യൂസും കുറച്ച് ചരിത്രകാരന്മാരും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ശക്തൻ എന്ന പേരിൻ്റെ അതിന് പുറകിലുള്ളൊരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളതും കാര്യങ്ങൾ. അപ്പോൾ ഈ ശക്തൻ എന്ന പേരിൽ പുറത്തറിയപ്പെടുന്ന ആ ഒരു രൂപം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അനുഭവിച്ചത്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളും അതിനെ ഞങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഞങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറേ ഉത്തരങ്ങളും ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എന്താ പറയുക ആശയം കൊണ്ടുവന്നതും അതിൻ്റെ എഴുത്തുകുത്തുകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അടിമുടി ചെയ്തിട്ടുള്ള റഫീഖാണ്. പിന്നെ പാലസ് ബോർഡിൻ്റെ ട്രസ്റ്റിലുള്ള കുറേ ഒരുപാട് നല്ല നല്ല ആൾക്കാർ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം ചെയ്യാൻ പറ്റിയത്. അതിന് ജോൺ എബ്രഹാമിൻ്റെ പേരിൽ, അതിന് ജോൺ എബ്രഹാം പോലെയുള്ളൊരു മഹാ അതികായൻ്റെ പേരിലുള്ളൊരു ബെസ്റ്റ് ഡോക്യുമെൻ്ററി അവാർഡ് 2025 ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നടക്കൽപ്പറ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശീവേലി എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് ചൈത്രം, യുവജന സമിതി, സെൻട്രൽ എന്നീ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി. ഗജവീരന്മാരും പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. വൈകിട്ട് മേളത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി.
നാരായണശ്ശേരി പഞ്ചായത്ത് 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, AA കൃഷ്ണൻ, രമ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ, SSC കോർഡിനേറ്റർ ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ 1 ലക്ഷം രൂപ വകയിരുത്തി 26 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. പകുതി വിലയ്ക്ക് വീട്ടുപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് കോടികൾ തട്ടിച്ചെടുത്ത മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് KA ബക്കർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തി. NCP സംസ്ഥാന സമിതി അംഗം E അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. VV സുരേഷ് അധ്യക്ഷത വഹിച്ചു. PC മൊയ്തീൻ, അഷ്റഫ് തരകത്ത്, KP രാജൻ, സമീറ ഇളയിടത്ത് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 23 കർഷകർക്കായി 12,750 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, NP അജയൻ, മാഗി അലോഷ്യസ്, ഫിഷറീസ് കോർഡിനേറ്റർ PB സുമ എന്നിവർ പങ്കെടുത്തു. തൊഴിയൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ 1986-87 10ാം ക്ലാസ് A ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ ജോൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം M ഗിരീഷ്, മുസ്തഫ വയലത്തൂർ, ഗി വർഗീസ്, അജീവ് ചെന്നൈ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജോൺ മാസ്റ്ററെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വടക്കേക്കാട് കൌഖാനപ്പെട്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തി നിർഭരമായി. തിങ്കളാഴ്ച 5ഓളം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിറ, കരിങ്കാളി, കാവടി, നാദസ്വരം, തെയ്യം എന്നിവ ക്ഷേത്രാങ്കണത്തിലെത്തി. തൈപ്പൂയ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം പിള്ളക്കാവടി അഭിഷേകവും അന്നദാനവും ഉണ്ടായി. വൈകിട്ട് ചിന്തുപാട്ടിന്റെ അകമ്പടിയോടെ ശൂലധാരികൾ ക്ഷേത്രത്തിലെത്തി. ആലങ്കോട് സന്തോഷ് കുമാറും സംഘവും വാദ്യമേളത്തിൽ കൊട്ടിക്കയറി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് അശോകൻ, സെക്രട്ടറി മോഹനൻ മമ്പറമ്പത്ത്, ട്രഷറർ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ സ്റ്റുഡിയോ ഉദ്ഘാടനം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ KV മുഹമ്മദ് നിർവഹിച്ചു. OBW ഇന്ത്യ എഡ്യൂക്കേറ്റർ ഫൗണ്ടറും ബ്രാൻഡ് കൺസൾട്ടന്റും നടനുമായ ഫേവർ ഫ്രാൻസിസ് മുഖ്യാതിഥിയായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റുഡിയോ സ്വിച്ച് ഓൺ കർമ്മവും ആദ്യ ടോക്ക് ഷോയും ഫേവർ ഫ്രാൻസിസ് നിർവഹിച്ചു. തുടർന്ന് മീഡിയ മീറ്റും സംഘടിപ്പിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലബാർ സിനിമയുടെ സാംസ്കാരിക വളർച്ച എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം നടത്തി. സിനിമാ സംവിധായകന്മാരായ ആമീർ പള്ളിക്കൽ, ഫാസിൽ മുഹമ്മദ്, എഴുത്തുകാരനായ ഡോക്ടർ V ഹിക്മത്തുള്ള എന്നിവർ പങ്കെടുത്തു. മാധ്യമ സംവിധാനത്തിലെ ടെക്നോളജിക്കൽ പരിവർത്തനങ്ങൾ, ബാഹ്യമായ മാറ്റങ്ങൾ എന്നീ വിഷയത്തിൽ വിവിധ കോളേജിലെ വിദ്യാർത്ഥികൾ വിഷയാവതരണം നടത്തി. കോളേജ് പ്രിൻസിപ്പാൾ ഫരീദ J, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, വൈസ് പ്രിൻസിപ്പാൾ ആരിഫ് TA, അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ EVM ഷെരീഫ്, ജേർണലിസം വകുപ്പ് മേധാവി നിഷാന N, സ്റ്റുഡിയോ മാനേജർ ഹനൂൻ K അഷ്റഫ്, മറ്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവികളും ജേർണലിസം വിദ്യാർത്ഥികളും പങ്കെടുത്തു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് എടക്കഴിയൂർ RPMM UP സ്കൂളിൽ സുരക്ഷാ ദിന റാലി സംഘടിപ്പിച്ചു. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ദിൽഹ ഫാത്തിമ, ഷെസ സലീം എന്നിവർ സംസാരിച്ചു. കുട്ടികൾ പ്ലക്കാർഡ് തയ്യാറാക്കി റാലിയിൽ പങ്കെടുത്തു. അധ്യാപകരായ ഷൈനി, ലിൻഡ, റഹീന, ഡെജോ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,900 രൂപ, പവന് 63,200 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം. തിരുത്തിക്കാട് ഏരിമൽ വീട്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. ഷീല ഭാര്യയാണ്. നീതു, നിഖിൽ എന്നിവർ മക്കളാണ്. സംസ്കാരം കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടന്നു. എയ്യാൽ ചിറ്റിലങ്കാട് പാലയ്ക്കൽ വേലപ്പക്കുട്ടി ഭാര്യ സരോജിനി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. സരിത മകളാണ്. മറ്റം ഗ്രൗണ്ടിന് സമീപം കാക്കശ്ശേരി പൊറിഞ്ചു മകൻ ജോസ് എന്ന ജോസഫ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റീത്ത ഭാര്യയും ഷൈല, ഷാജി, ഷജിനി എന്നിവർ മക്കളുമാണ്. ഇരിങ്ങപ്പുറം കരുമത്തിൽ പരേതനായ സുകുമാരൻ ഭാര്യ ദേവകി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഇരിങ്ങപ്പുറത്തെ വീട്ടുവളപ്പിൽ നടക്കും. ജയപ്രകാശ്, ശോഭ, സദാനന്ദൻ, പ്രേമരാജൻ, സുമ, പ്രദീപ്, ബിന്ദു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലേറെ പഴക്കം ചെന്ന ദേവാലയങ്ങളിലൊന്നായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ നവീകരണം പൂർത്തിയായ ശേഷമുള്ള കൂദാശ ചടങ്ങുകൾക്ക് തുടക്കമായി. ശുശ്രൂഷകൾ 2 ദിവസങ്ങളിലായി ഇടയശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രോത്സവത്തിന് ആയിരങ്ങളെത്തി. കണ്ണിനും കാതിനും കുളിർമയേകിയ കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. KCB കുന്നംകുളം ഡിവിഷന്റെ കീഴിൽ വരുന്ന മരത്തംകോട് സെക്ഷൻ ഓഫീസ് നിർത്തലാക്കാൻ നീക്കമെന്ന ആക്ഷേപം. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് KCB ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. നേതാക്കൾ കുന്നംകുളം ഡിവിഷൻ ഓഫീസിലെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് പണം കവർന്നു. പേരാമംഗലം പള്ളിക്ക് സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്താണ് 7 ലക്ഷത്തോളം രൂപ കവർന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.